പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യാക്കോബ് 4:7, ജെയിംസ് ചാപ്റ്റർ 4:7. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പ്രൈസ് ഗോഡ്. നമുക്ക് സാഹചര്യങ്ങളെ മറികടക്കുന്ന ഒരു സമാധാനം, അതായത് നമ്മിൽ സ്ഥിരതയോടെ വസിക്കുന്ന ഒരു സമാധാനം വേണമെങ്കിൽ, അത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് വിശ്വാസം വേണം. ദൈവത്തിൻ്റെ സമാധാനത്തിൽ നാം ജീവിക്കണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം വിശ്വാസമാണ്. അതായത് ആൻ ആക്റ്റീവ് കോൺഫിഡൻറ്റ് ട്രസ്റ്റ് ഇൻ ഹിസ് പ്രസൻസ് ആൻഡ് പവർ ടു സസ്റ്റെയിൻ ആൻഡ് കംഫർട്ട് യു നോ മാറ്റർ ദ സർക്കംസ്റ്റൻസ് യു ഫേസ്. എന്നാൽ ചില ഇഷ്യൂസ് നമ്മുടെ ഫെയ്ത്തിനെ അങ്ങ് ക്ഷീണിപ്പിക്കും, നമ്മുടെ സമാധാനത്തെ അങ്ങ് മോഷ്ടിക്കും. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, പെട്ടെന്നുള്ള ഭയം. ചില ആൾക്കാർ പെട്ടെന്ന് ഭയപ്പെടും. എന്തെങ്കിലും ഒരു താഴ്ച വന്നാൽ, അല്ലെങ്കിൽ ഒരു വീഴ്ച വന്നാൽ ഭയം അവരെ കയറി പിടിക്കും. ആദ്യം ചെറിയ ഡോസായിട്ടായിരിക്കും ഭയം വരുന്നത്, പക്ഷെങ്കിൽ അവർ റെസ്പോണ്ട് ചെയ്യുന്നത് വളരെ അപ്സെറ്റാക്കുന്ന വിധത്തിലായിരിക്കും. അതവർക്ക് ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തവരായി അവരെ മാറ്റും. അതാണ് ഒന്നാമത്തെ കാര്യം, സഡൻ ഫിയർ. രണ്ടാമത്തേത് ദ എനിമി. അതാ നമ്മൾ വായിച്ച യാക്കോബ് 4:7. ശത്രു നമ്മെ അറ്റാക്ക് ചെയ്യും, പിശാച്. അതായത് നമ്മെ സംശയിപ്പിക്കും. ആ സംശയം നമുക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ വിശ്വാസം നമ്മളിൽ നിന്ന് ഇല്ലാതായി പോകും. പക്ഷേ നാം എതിർത്ത് നിൽക്കണം. തീർച്ചയായിട്ടും എതിർത്ത് നിന്നാൽ അവൻ നമ്മളെ വിട്ട് ഓടിപ്പോകും. മൂന്നാമത്തേത് സിൻ, പാപം. സമാധാനവും മത്സരവും, അതിന് രണ്ടും കൂടെ ഒരുമിച്ച് ഒരിക്കലും വസിക്കാൻ പറ്റത്തില്ല. The only recourse is to confess sin to God, surrender to Him and ask for His help in turning from and resisting all temptation. അപ്പം നമുക്കറിയാം ദൈവത്തിൻ്റെ സമാധാനം നമ്മിലേക്ക് ഒഴുകി ഒഴുകി വരും. 4, ഗിവിങ് അപ്പ് പീസ്. പീസ് അങ്ങ് വിട്ടുകളയുന്ന. ഈ ക്രൈസിസിൻ്റെ സമയത്ത് നാം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ സമാധാനം നമ്മളങ്ങ് മാറ്റിവെക്കും. വി ഗീവ് ഇറ്റ് അപ്പ്. അതിനെ അങ്ങ് ഉപേക്ഷിച്ച് കളയും. ഒരിക്കലും ചെയ്യരുത്. എപ്പോഴും ഓർക്കണം, ആർക്കും നമ്മുടെ സമാധാനം നമ്മിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റത്തില്ല. നാം അത് സറണ്ടർ ചെയ്തെങ്കിൽ മാത്രമേ നമ്മിലതില്ലാതെ പോകത്തുള്ളൂ. 5, ലൂസിങ് ഫോക്കസ്. നമ്മുടെ ഫോക്കസ് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. ഒത്തിരി ബാഡ് ന്യൂസ് സിനാരിയോസൊക്കെ നാം കേൾക്കും, നാം വായിക്കും എല്ലാ ദിവസവും, അല്ലേ? അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കറക്റ്റ് ഫോക്കസ് നമ്മിൽ നിന്ന് നഷ്ടപ്പെടും. നമ്മുടെ മനസ്സ് ദൈവത്തിൽ സെറ്റ് ചെയ്ത് വെക്കുന്നതിന് പകരം, ദൈവത്തിൻ്റെ സമാധാനവും ദൈവത്തിൻ്റെ പ്രസൻസിലും സെറ്റ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ചിന്തകൾ സൈഡ് ട്രാക്ക് ചെയ്തു പോകും. എല്ലാ നെഗറ്റീവ് ന്യൂസും സാഹചര്യങ്ങളും നമ്മെ കീഴ്പ്പെടുത്തി കളയും. ദൈവമക്കളെ, ബിക്കോസ് ഗോഡ് ഈസ് വിത്ത് us, we don't have to give it to. ഒരിക്കലും വിട്ടുകളയരുത്. നമ്മുടെ ട്രബിൾസ് നമ്മെ തോൽപ്പിക്കരുത്. ഒത്തിരി ചാലഞ്ചസ് വന്നു എന്നിരിക്കും, പക്ഷെങ്കിൽ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞല്ലോ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുതെന്ന്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകാതെ സൂക്ഷിക്കാം. സമാധാനത്തെ മുറുകെ പിടിക്കാം. നാം ധൈര്യമുള്ളവരായിരിക്കണം. ദൈവം നമ്മെ വാച്ച് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. അവൻ നമ്മെ ഡയറക്റ്റ് ചെയ്യും. നമ്മെ ഡയറക്റ്റ് ചെയ്യുന്ന നമ്മുടെ കർത്താവ് നമ്മെ കെയർ ചെയ്യുകയും ചെയ്യുന്ന കർത്താവാണെന്ന് ഒരിക്കലും മറന്നു പോകരുത്. പ്രൈസ് ഗോഡ്. ആ ദൈവത്തിൽ പൂർണ്ണ ആശ്രയം നമുക്ക് അർപ്പിപ്പാൻ തക്കവണ്ണം കഴിയും. പിന്നെ പലപ്പോഴും നമുക്കറിയാവുന്നൊരു കാര്യമാണ്, നമ്മുടെ തോട്ട് ലൈഫ് നമ്മുടെ സമാധാനത്തെ കെടുത്തിക്കളയും. നമ്മൾ നമ്മോട് തന്നെ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല നാം, അല്ലേ?
നമ്മുടെ ചിന്തകളൊക്കെ പലപ്പോഴും അങ്ങനെ തന്നെ ഞാൻ പറയട്ടെ, ഓഫ് ട്രാക്കിലേക്കായിപ്പോവും. നീ സത്യത്തിലുള്ള പാതയിലാണോ നേരായ പാതയിലാണോ നടക്കുന്നതെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനത്തിലൊരു വാക്കുണ്ട്, റിന്യൂവൽ ഓഫ് അവർ മൈൻഡ്. മനസ്സ് പുതുക്കണമെന്ന്. അതായത് നമ്മുടെ പഴയ കാഴ്ചപ്പാടുകളും ഐഡിയാസും വിശ്വാസവും നമ്മുടെ ആ സ്വാർത്ഥമായ ചിന്താഗതികളും ഒപ്പീനിയനും എല്ലാം മാറ്റിയിട്ട് ഒരു ന്യൂ സെറ്റ് ഓഫ് ഒപ്പീനിയനും പെർസെപ്ഷൻസും ഒക്കെ നമ്മളുണ്ടാകണം. ഒരു ന്യൂ സെറ്റ് ഓഫ് ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാകണം. അത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് തരാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അങ്ങനെയുള്ളൊരു ഗോഡ്ലി റെസ്പോൺസ് നമുക്ക് നർച്ചർ ചെയ്തെടുക്കണമെങ്കിൽ ദിവസവും നാം വേദപുസ്തകം വായിക്കണം. നാം എന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യണം. നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് എന്ത് വായിച്ചോ അതിനെ നാം ധ്യാനിക്കണം. ക്രിസ്തുവിൻ്റെ അനുകാരികളെല്ലാം ഈ ലോകത്തിന് രൂപരായി തീരുവാൻ ഇടയാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ നൽകുന്ന ഉപദേശം. അങ്ങനെ ഒരു റിന്യൂവൽ വരുമ്പോൾ നമ്മുടെ ചിന്താമണ്ഡലത്തിലൊക്കെ ഒരു ചേഞ്ച് വരും. നമ്മുടെ സംസാര രീതിക്ക് വ്യത്യാസം വരും. നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം വരും. അപ്പം നമ്മുടെ സ്പീച്ചും നമ്മുടെ ബിഹേവിയറും പുതുതാക്കപ്പെടുമ്പോൾ മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളിനകത്തും പുതുക്കം വരും. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലേ. അങ്ങനെ നമ്മുടെ ബന്ധങ്ങൾ റിന്യൂഡ് ആകുമ്പോൾ നമ്മുടെ ഇമ്മീഡിയറ്റ് വേൾഡ്, നമ്മെ ചുറ്റിപ്പറ്റി നമ്മെ തൊട്ട് നിൽക്കുന്ന സകല കാര്യത്തിനും ഒരു പുതുക്കം വരും. പ്രൈസ് ഗോഡ്. നമുക്ക് ദൈവം ഒരു കൃപ തരും. എന്തിനാണെന്നറിയാം? ഒരു എബിലിറ്റി തരും, നാം ചിന്തിക്കുന്നതിനെ ഒന്ന് വിവേചിക്കാൻ. ദൈവമക്കളെ, നമ്മുടെ മനസ്സ് നാം റീഫോക്കസ് ചെയ്ത് ഒരു പുതിയ ടോപ്പിക്കിലേക്ക്, അല്ലെങ്കിൽ പുതിയൊരു ജോലിയിലേക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുന്നതിലേക്കൊക്കെ നമ്മുടെ മനസ്സിനെ നാം തിരിച്ചു വിടണം. അല്ലാതെ നെഗറ്റീവ് തിങ്കിങ്ങിനകത്ത് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ സമാധാനത്തെ മോഷ്ടിച്ച് കളയും. ഐ ചൂസ് ടു ട്രസ്റ്റ് ഗോഡ്. പറ്റുമോ? ദൈവത്തിൽ വിശ്വസിക്കുക. നമ്മൾ മനസ്സോടെ, ഹൃദയത്തിലുള്ള നിശ്ചയദാർഢ്യത്തോടെ നമ്മുടെ തോട്ട് പാറ്റേൺ ഒരിക്കലും നമുക്ക് ഹാം ചെയ്യാതെ വണ്ണം എല്ലാ സാഹചര്യത്തെയും അതിജീവിക്കത്തക്കവണ്ണം കൊണ്ടുപോകണമെന്ന് നാം തന്നെ വിചാരിച്ചാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കും. നമ്മുടെ മനസ്സ് എങ്ങനെ ഫോക്കസ് ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിക്കുവാൻ നല്ല സഹായിയായ കർത്താവ് നമ്മോടുകൂടെ ഉണ്ട്. എല്ലാ ബാഡ് തോട്ട് പാറ്റേൺസും നമ്മളിൽ നിന്നും മാറിപ്പോട്ടെ. ദൈവത്തിൻ്റെ ഡയറക്ഷൻ നമുക്ക് ഏറ്റെടുക്കാം. അങ്ങനെ നാം നമ്മുടെ മനസ്സിനെ സംരക്ഷിക്കുമ്പോൾ നമ്മുടെ സമാധാനവും സംരക്ഷിക്കപ്പെടുവാണെന്ന് ഓർത്തോണം. പ്രൈസ് ഗോഡ്. ഇന്നർ പീസ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാനിടയായിരുന്നു. നമുക്കറിയാവുന്ന വാക്യമാണ് ഫിലിപ്പിയർ 4:6-7 ഒക്കെ നോക്കുമ്പോൾ അനേക കാര്യങ്ങൾ നമുക്കതിനകത്തുനിന്ന് മനസ്സിലാക്കുവാനും ഉറപ്പോടെ നിൽക്കുവാനും ഒക്കെ കഴിയുന്നുണ്ട്. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ പ്രിയ ദൈവമക്കളെ മനസ്സാകുമോ? ദൈവത്തിൽ ഉറച്ചു നിന്നാൽ നമ്മുടെ ആ ചിന്താമണ്ഡലത്തിൽ നാം ചിന്തിക്കുന്നതൊക്കെയും അനേക പ്രാവശ്യം നാം കേട്ടിട്ടുള്ളതാണ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനാലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഒരിക്കലും നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്നതിനകത്ത് നിന്ന്, ദൈവത്തിൻ്റെ ഗ്രേറ്റ്നെസ്, ആ വലിപ്പം ചിന്തിക്കുന്നതിൽ നിന്ന് മാറിപ്പോകരുത്. അതിൽ എക്സോസ്റ്റഡായി പോകരുത്. യേശു എങ്ങനെ ജീവിതത്തെ ഫേസ് ചെയ്തോ അതുപോലെ ജീവിതത്തെ ഫേസ് ചെയ്യാൻ തക്കണം നമുക്ക് കഴിയണം. നമ്മുടെ പ്രയർ ലൈഫ് നാം സംരക്ഷിക്കണം. നമ്മുടെ ചിന്തകൾ നാം സംരക്ഷിക്കണം. ഗോഡ്ലി ആയിട്ടുള്ള കാര്യങ്ങൾ നാം അന്വേഷിക്കണം. ദൈവവചനത്തിലെ പ്രോമിസസ് അതുകൊണ്ട് നാം നമ്മുടെ മനസ്സ് നിറയ്ക്കണം. വെർച്വസ് ആൻഡ് പ്രൈസ് ബോധിയായിട്ടുള്ള കാര്യങ്ങൾ നാം സംഭരിച്ചു വെച്ചാൽ ദൈവത്തിൻ്റെ സമാധാനം എപ്പോഴും നമ്മോടുകൂടെ ഇരിക്കും. കർത്താവ് അങ്ങനെ നമ്മുടെ നിലവുകളെ കാക്കുവാൻ തക്കവണ്ണം ഇടയാകും. അതിനുവേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സത്യമായതും രമ്യമായതും പുകഴ്ചയായതും സൽകീർത്തിയായതും ഒക്കെ ചിന്തിച്ച് ഞങ്ങളുടെ മനസ്സിനെ പുതുക്കി ഒരു രൂപാന്തരം പ്രാപിച്ച് ഞങ്ങളുടെ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സമാധാനം വരുത്തുന്ന സകല അന്ധകാര ശക്തിയുടെ മേലും ജയമെടുപ്പാൻ തക്കണം സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കുമല്ലോ.
അതിനായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്ന പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്.